എന്തെങ്കിലും സോഷ്യൽ മീഡിയപരമായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലി മാർക്കറ്റിങ്ങോ എന്തെങ്കിലും ആവശ്യം ആയിട്ട് വരുവാണെങ്കിൽ ഞാനിപ്പം എനം എന്ന കമ്പനിയുടെ പേര് ഓഫർ ചെയ്യുന്നു. നമ്മളെ കൊണ്ട് വേണ്ട എല്ലാ സഹായങ്ങളും, ഈവൻ പോസ്റ്റേഴ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ജെൻസീസ് പേപ്പർ പ്രോഡക്ട്സ് യൂണിറ്റിന് ചെയ്തു തരുമെന്ന് ഈ വീഡിയോയിലൂടെ ചേച്ചിയോടും പറയുന്നു. താങ്ക് യു. ഹലോ, വെൽക്കം ടു എനം. ഇറ്റ്സ് മീ ജിത്തു ജെയിൻ. ഇന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് സിൽജ ചേച്ചിനെയാണ്. അതായത് ജെനസിസ് പേപ്പർ പ്രൊഡക്ട്സ് യൂണിറ്റിൻ്റെ ഓണറും പ്രൊപ്പറേറ്ററും എല്ലാമായ സിൽജ ചേച്ചിയാണ്. നമ്മളൊരു ചാനൽ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈഫ് തന്നെ റീസ്റ്റാർട്ട് ചെയ്ത ഒരാളെ പരിചയപ്പെടണമെന്ന് അല്ലെങ്കിൽ ആളുകളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ചേച്ചി. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് എന്ത് പരിമിതികളുണ്ടെങ്കിലും എന്ത് പരിമിതികൾ നേരിട്ടാലും നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ്. നമസ്കാരം ചേച്ചി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സംരംഭം നമുക്ക് ആളുകളിലേക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന യൂണിറ്റാണ്. എല്ലാ ടൈപ്പ് പേപ്പർ ബാഗും ഉണ്ടാക്കും. അത് കസ്റ്റമൈസ്ഡ് അല്ലേ? നമുക്കത് എങ്ങനെയാ ഇപ്പോൾ ഓർഡറൊക്കെ നല്ലപോലെ വരുന്നുണ്ടോ? അത്യാവശ്യം. ഈ ഇപ്പൊ ക്രിസ്മസിന്റെ കുറച്ച് ഇതിന്റെ ബാക്കി മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മാർക്കറ്റിംഗ് എനിക്ക് പാർട്ട്ണറുണ്ട്. പാർട്ട്ണർ അതിന് പുറത്തു പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഓക്കെ ഓക്കെ. പുറത്തെ കാര്യങ്ങൾ കക്ഷി നോക്കും. ഇത് ശരിക്കും ചേച്ചി നേരത്തെ മുതൽ ഇങ്ങനെ മേലാണ്ടാണോ? എനിക്ക് ഇഞ്ചക്ഷന്റെ ഡോസ് കൂടിയതാ. ഏത് ചെറുപ്പത്തിലോ? ഉണ്ടായി 9 ദിവസത്ത്. ഓക്കെ, അങ്ങനെ വന്നതല്ലേ? അപ്പം ഒന്ന് ഛർദിച്ചു. അപ്പൊ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ ഡോസ് കൂടിപ്പോയതാ. അയ്യോ, മെഡിക്കൽ പരമായിട്ടുള്ള ഒരു. ഓക്കെ. അപ്പം അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലോട്ട് എത്തിയത്? അതാ ഇത്രയും നാൾ വീട്ടിൽ വെറുതെ പെയിന്റിങ്, അങ്ങനെ സാരി പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ് ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യും അല്ലേ? മമ്മി ഉണ്ടായിരുന്നു. ഇപ്പൊ മമ്മി പോയി കഴിഞ്ഞൊരു 3-4 വർഷം വെറുതെ ഇരുന്നു വീട്ടില്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വെറുതെ ശരിയാവില്ല വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു സംരംഭമായി ഇവിടം വരെ എത്തി. വളരെ നമ്മളിപ്പോ കാണാം, നമുക്കിവിടെ ഓരോ പേപ്പർ ബാഗ്സ് കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? എല്ലാം കസ്റ്റമൈസ്ഡ്. എന്തെങ്കിലും സോഷ്യൽ മീഡിയപരമായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലി മാർക്കറ്റിങ്ങോ എന്തെങ്കിലും ആവശ്യം ആയിട്ട് വരുവാണെങ്കിൽ ഞാനിപ്പം എനം എന്ന കമ്പനിയുടെ പേര് ഓഫർ ചെയ്യുന്നു. നമ്മളെ കൊണ്ട് വേണ്ട എല്ലാ സഹായങ്ങളും, ഈവൻ പോസ്റ്റേഴ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ജെൻസീസ് പേപ്പർ പ്രോഡക്ട്സ് യൂണിറ്റിന് ചെയ്തു തരുമെന്ന് ഈ വീഡിയോയിലൂടെ ചേച്ചിയോടും പറയുന്നു. താങ്ക് യു. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞ ഇത് ശരിക്കും ഒരു പ്രചോദനമാണ് ഒരുപാട് ആളുകൾക്ക്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും ചേച്ചി ഈ പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കും, എത്തണം. കാരണം ഞാൻ ഈ വീഡിയോ കാണുന്നവരോടും പ്രത്യേകം പറയുകയാണ്, ഇതൊരു ചെറിയ സംരംഭം അല്ല. കാരണം ഇതൊരു എന്താ പറയുന്നത്, ഒരു ഗ്രാമത്തിൽ തുടങ്ങി ഇനി ഇത് ആളുകളിലേക്ക് എത്തുവാണ്. പല പരിമിതികളിൽ നിന്നും ചേച്ചി ഇത് ചെയ്യുമ്പോൾ ഇതിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓരോ സംരംഭമുള്ള ആളുകൾക്കും നമുക്കിപ്പം എത്ര ദിവസം എടുക്കുമായിരിക്കും ഒരു ഓർഡർ? സാധാരണ എങ്ങനെയാണ് നമുക്കൊരു എണ്ണം ഉണ്ടോ നിശ്ചിത? മിനിമം പ്രിന്റ് ചെയ്യണമെങ്കിൽ 1000 എണ്ണം വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ലോഗോ അത് തന്നെ അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ 1000 എണ്ണം മിനിമം. സാധാ പേപ്പർ ബാഗ് ഒക്കെ ആണെങ്കിലോ നമുക്ക് ചെയ്തു കൊടുക്കും. എത്ര ഉദ്ദേശം ഒരു 1000 എണ്ണം ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും? ഒരാഴ്ച. അപ്പൊ ചേച്ചിയുടെ കോണ്ടാക്ട് നമ്പർ, ഇവിടെ വിളിക്കേണ്ട നമ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോക്കകത്ത് കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംരംഭത്തിന്, ചെറുതോ വലുതോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പർ ബാഗ്സ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ഈ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ? അതെ, തീർച്ചയായും. ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാ? ഈ ലോക്കൽ. ഓക്കെ. അപ്പോൾ കേരളം ഒട്ടുമുക്കാൽ അല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലുടനീളം നമ്മുടെ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം അല്ലെ? കേരളത്തിൽ എവിടെ? ഇന്ത്യയിലെ
അതാണ് നമ്മൾ ആ ഒരു സ്പിരിറ്റ് വേണം. അതന്നെ. അപ്പം ഇത് കാണുന്ന ഓരോ ആളുകളും ഈ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? വേണം. നമ്മുടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും മീൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേപ്പറിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സൈസ് അങ്ങനെ എന്തെങ്കിലും എല്ലാം കസ്റ്റമൈസ്ഡ്. നമുക്കപ്പോൾ കസ്റ്റമർ പറയുന്ന സൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സർവീസ് ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രാൻഡിങ് വരുന്ന പേപ്പർ ബാഗ്സ് വേണമെങ്കിൽ അത് ഏത് സൈസിലായിക്കോട്ടെ, ഏത് അളവിലായിക്കോട്ടെ. പേപ്പർ ബാഗ് മാത്രമല്ല, തുണി ബാഗും ചെയ്യുന്നു. എല്ലാം ചെയ്യും. അപ്പം ഇത് പറഞ്ഞു കേട്ടോ, എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. ഏത് ടൈപ്പ് ബാഗ് നമ്മൾ ഏത് പരിപാടി വേണം പിടിക്കും അല്ലേ? അതാണ് ആ ഒരു സ്പിരിറ്റാണ്. അപ്പം ചേച്ചി ഇതിപ്പോൾ എത്ര നാളായി നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞു. ഇപ്പം ഈ യൂണിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടല്ലേ? നമ്മളിപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? 3-4 പേർക്ക് അല്ലേ? അവര് ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ അവരെല്ലാരും ഇങ്ങനെ നമ്മുടെ ഓക്കെ നമ്മളത് എണ്ണ അങ്ങ് കൊടുക്കുക അല്ലേ? എല്ലാവരും ഈ വീട്ടമ്മമാരൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം 3-4 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഓരോ കുടുംബത്തിനും ചെറിയൊരു സഹായം, നമ്മളാൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സഹായം. വീട്ടിൽ ഇപ്പം നിലവിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ പപ്പയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തി മോളുണ്ട്, ചേച്ചിയുടെ മോളുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ ബാഗിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പേപ്പർ ബാഗിൻ്റെ ഈ കേക്ക് ബാഗില്ലേ, കേക്ക് ബാഗ് കണ്ടപ്പോൾ അത് ഇതായി കഴിഞ്ഞാൽ എന്താ നമുക്ക് കൊള്ളാമെന്ന് ഇത് തോന്നി. ആദ്യം ചെയ്ത് നോക്കിയോ? അത് ചെയ്ത് നോക്കിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ശ്രീജയുടെ അത് പറയാൻ വിട്ടുപോയി. നമ്മള് നക്ഷത്ര അല്ലെ, ശ്രീജ ചേച്ചിയാണ് അതിന്റെ ക്ലാസ് ഒക്കെ ഓൺലൈൻ ക്ലാസ് എടുത്ത്. ശ്രീജ ചേച്ചീനെ നക്ഷത്ര എന്ന് പറയുന്ന സംരംഭമാണ്. ശ്രീജ ചേച്ചീനെ നമ്മളെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സിൽജോ ചേച്ചീനെയും പരിചയപ്പെടുന്നത് അല്ലേ? അപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെ ആ ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ട്, ശ്രീജ ചേച്ചിയുടെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ശ്രീജയുടെ സപ്പോർട്ടാണല്ലോ. തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്ന ഈ ഒരു അടുത്ത മാസം എല്ലാവരും മീറ്റപ്പ് ഉണ്ടല്ലോ. ജനുവരി 11 സെക്കൻഡ് സാറ്റർഡേ ശ്രീജ ചേച്ചിയും അതുപോലെ തന്നെ പേപ്പർ യൂണിറ്റ്സിന്റെ ഒരു മീറ്റപ്പ് ഇവിടെ ഉണ്ടല്ലേ? ഇത് ശരിക്കും നമ്മുടെ സ്ഥലം എവിടെയാ ചേച്ചി? നെടുങ്ങപ്പുറ അല്ലേ? കുറുപ്പുംപടി അല്ലേ? പെരുമ്പാവൂർ അല്ലേ? അപ്പം നേരിട്ട് വരേണ്ടവർക്ക് നമ്മൾ ലൊക്കേഷനും കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഓർഡർ കൊടുക്കേണ്ടവർക്ക് ഇവിടുത്തെ നമ്പർ, ബാക്കി കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിലൂടെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കഴിയുന്ന സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അങ്ങനെ വീഡിയോസോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്യുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പം ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത്, ചെറിയ രീതിയിൽ തുടങ്ങി വളർന്നു വരുന്ന സംരംഭങ്ങൾ എല്ലാം നമുക്ക് ഇതുപോലെ ഓരോ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകളെ നമുക്ക് വളർത്താം അല്ലേ? എല്ലാവരും വളരട്ടെ. അത് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അങ്ങനെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭകമായിട്ട് വരുന്നവരെ, സംരംഭക അതുപോലെ തന്നെ ബിസിനസ്, പലതരത്തിലുള്ള ബിസിനസ്, കൃഷി ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കണ്ടൻസ് എല്ലാമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.